കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉപ്പുതറയിൽ നടന്നത്. ഉപ്പുതറയിൽ ജീവനൊടുക്കിയ നാലംഗ കുടുംബത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 4 പേരുടെയും തൂങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനവും ഇപ്പോൾ പുറത്തു വന്നു. കുട്ടികളെ കെട്ടിത്തൂക്കിയ ശേഷം ഇരുവരും തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മരിച്ച രേഷ്മ 2 മാസം ഗർഭിണിയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെടുത്തു. ഇന്നലെ വൈകിട്ടാണ് ഉപ്പുതറ 9 ഏക്കറിൽ സജീവ്, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബത്തെ പുറത്തു കാണാതായതോടെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 4 പേരെ മരിച്ച നിലയിൽ കണ്ടെടുത്തത്. ഇതിന് പിന്നാലെ സാമ്പത്തിക ബാധ്യത മൂലം കുടുംബം ആത്മഹത്യ ചെയ്തുവെന്ന വിവരം പുറത്തു വരികയും ചെയ്തു. സജീവിന്റെ പിതാവ് മോഹനനും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹന വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ ഫിനാൻസ് കമ്പനി സജീവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതായി പിതാവ് വ്യക്തമാക്കി. ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് വേണ്ടിയാണ് സജീവ് പണം വായ്പ എടുത്തത്. 2 മാസത്തെ തവണ അടയ്ക്കുന്നതിൽ മുടക്കം സംഭവിച്ചു. ഇതിന് പിന്നാലെ സ്ഥാപനത്തിൽ നിന്നും സജീവിനെ തന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി. വീട് വിറ്റ് പണം നൽകാമെന്ന് പറഞ്ഞതാണ്. എന്നാൽ ഏജന്റ് അസ്വാഭാവിക വാക്കുകൾ വിളിക്കുന്നത് പതിവായെന്നും പിതാവ് പറഞ്ഞു. കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപും പറഞ്ഞിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം സജീവിന് ഉണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് SP വ്യക്തമാക്കിയിട്ടുണ്ട്. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്ന മറ്റൊരു വ്യക്തി കൂടി. ഒരു കുടുംബത്തിലെ 4 പേർ, അതിനകത്ത് ഭാര്യ ഗർഭിണിയുമായിരുന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ള ബ്ലേഡ് കമ്പനികളും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും നടത്തുന്ന കൊള്ളരുതായ്മകൾ മൂലം ഇല്ലാതാകുന്നവരുടെ ജീവനുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധാരണക്കാരായ പലരും ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങുകയും തിരിച്ചടയ്ക്കാൻ കഴിയാതാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ്. ഇതിൽ നിന്നും സർക്കാരിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള പാവപ്പെട്ടവർക്ക് അർഹമായ പണം സ്വീകരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് അവരുടെ ജീവന് തന്നെ ആപത്ത് ഉണ്ടാകാനുള്ള കാരണമായി മാറും എന്നുള്ളതാണ്. അതിനുവേണ്ടി സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. സാധാരണക്കാർക്ക് ജീവിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള ഒരു മാർഗം കണ്ടെടുക്കുന്നതിന് വേണ്ടി, വാഹനം മേടിക്കുന്നതിന് വേണ്ടി ഒരു വായ്പ സ്ഥാപനത്തിൽ നിന്നും പണം സ്വീകരിച്ച അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ആത്മഹത്യ ചെയ്യേണ്ട വക്കിലെത്തി. അതും 2 പൊന്നോമന മക്കളും ഗർഭസ്ഥ ശിശുവും. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിൽ ഇനിയും ഉണ്ടായാൽ നടക്കാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കും. കാരണം ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ ബ്ലേഡ് കമ്പനി ഏതാണെങ്കിലും അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനമാണെങ്കിൽ പോലും അതിനെല്ലാം തക്കതായ മറുപടി നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇത്തരത്തിൽ ജീവൻ ഇല്ലാതാകുന്നവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് ഞെട്ടിക്കുന്നതിനപ്പുറമായിരിക്കാം. കാരണം കേരളത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല, വിരലിൽ എണ്ണാൻ പറ്റുന്നത്രത്തോളം സംഭവമല്ല, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നമ്മളും സർക്കാരും ഒരുപോലെ പരിശ്രമിക്കണം.